ഹായ്, എൻ്റെ പേര് ഉദയകുമാർ. എൻ്റെ സ്ഥാപനത്തിന്റെ പേര് മിസ്ബ എഞ്ചിനീയറിംഗ്. സ്ഥാപനം ഉള്ളത് പൂക്കോട്ടുംപാടം ഏരിയയിൽ 5 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വർക്കാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് 2000-ൽ ITIക്ക് ശേഷമാണ്. ITI വെൽഡറാണ് ഞാൻ. അതിനുശേഷം ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഗ്രില്ലുകള്, അതേപോലെ ഗേറ്റ്, അങ്ങനെ ചെറിയ ചെറിയ ഷീറ്റ് വർക്കുകൾ, ഇങ്ങനെയുള്ള വർക്കുകളായിരുന്നു നമ്മളെ ഈ നാടുകളിൽ ഉണ്ടായിരുന്നത്, നിലമ്പൂർ ഏരിയ അല്ലെങ്കിൽ നമ്മളെ ഈ ഏരിയയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 10 വർഷത്തിന് അപ്പുറം ഞാൻ ഗൾഫ് കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ നമുക്ക് സ്ക്വയർ പൈപ്പുകളുടെ അധികമായിട്ട് വരവ് കാര്യങ്ങളുണ്ട്, വർക്കുകൾ കാര്യങ്ങൾ കൂടുകയും എല്ലാ റൂഫ് ചെയ്യൽ നമ്മളെ ബിൽഡിങ്ങിനൊക്കെ റൂഫ് ചെയ്യൽ ആവുകയും അതിന് റൂഫിന് മുകളിൽ ഓട്, ഷീറ്റ് തുടങ്ങിയ എല്ലാ വർക്കുകളും അധികരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ സാധ്യത മനസ്സിലാക്കിയാണ് ഞാൻ ഇവിടെ വർക്ക്ഷോപ്പ് തുടങ്ങുകയും അതേപോലെ ബീംസ് വെച്ചിട്ട് നമ്മൾ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കലും, വീടുകൾ തന്നെ ആണെങ്കിൽ തന്നെ നമ്മൾ ബീം വെച്ചിട്ടോ പാനൽ വെച്ചിട്ട് സൈഡ് ബ്ലോക്ക് ചെയ്തിട്ടും പാനൽ കൊണ്ട് നമ്മൾ റൂം തിരിക്കലും, അങ്ങനെ വർക്കുകളുടെ സാധ്യത ഓൾറെഡി ഇപ്പൊ കൂടുതലാണ് ഇതിനുള്ളത്. ഞാനിപ്പോ റീസെന്റ് ചെയ്ത ഏറ്റവും നല്ല വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കക്കാടംപൊയിലിൽ ഒരു സ്കൈ വേവ് എന്ന് പറഞ്ഞൊരു പാർക്കിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ സിപ്പ് ലൈനിന്റെ വർക്കുകൾ, അതിന്റെ A to Z വർക്കും ചെയ്തിട്ടുള്ളത് മിസ്ബയുടെ ടീംസ് തന്നെയാണ്. നമ്മളെ വർക്കേഴ്സ്, അതിന് ഞാൻ ആ ഒരു പ്രൗഡ് ആണ്. കാരണം അത്രയും കുറച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാർഗറ്റ് ആയിരുന്നു, അതൊരു ടാസ്ക് ആയിരുന്നു. അത് നല്ല ഈസി ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ റിസ്കുകൾ നമുക്ക് അതറിയാത്ത രീതിയിൽ അത് ചെയ്തു തരാൻ നമ്മളെ സ്റ്റാഫുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രൗഡ് ഓഫ് യുവർ നമ്മളെ സ്റ്റാഫിനോട് ഞാൻ അതിന്റെ നന്ദി ഈ അവസരത്തിൽ പറയാണ്. കാരണം നല്ലൊരു വർക്ക് ആർക്ക് പോയാലും, ഇപ്പോ നിലമ്പൂർ ഏരിയയിലാണെങ്കിലും നമ്മളെ ഏരിയയിൽ മലപ്പുറം ജില്ലയിൽ ഒരു 60% ആളുകളും പോകാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മളുടെ ഒരു വർക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു വർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ കൊല്ലം ജില്ല തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഞങ്ങളുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഓൾറെഡി ഇപ്പോഴും പത്തനംതിട്ട ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്താണെങ്കിൽ ഗൂഡല്ലൂര്, മംഗലാപുരം, എല്ലായിടത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഞങ്ങൾക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിപ്പോ കസ്റ്റമേഴ്സ് നേരിട്ട് വരുന്ന വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ് വരുന്ന അങ്ങനെയുള്ള വർക്കുകളും ഉണ്ട് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള എഞ്ചിനീയേഴ്സ് ആണെങ്കിലും കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോഴും ഞങ്ങൾ കോൺടാക്ട് ഉണ്ട് എന്നുള്ളതാണ്. അത് ആദ്യകാലങ്ങളിൽ എനിക്ക് വലിയ വർക്ക് എടുക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അതൊരു എങ്ങനെ ചെയ്യും എന്നുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്റ്റാഫ് അത്രയും ക്വാളിഫൈ ആണ്, അവരത് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അവർക്കിപ്പോ വലിയ വർക്ക് എന്ന് പറഞ്ഞാൽ അവർക്കത് പ്രശ്നമില്ലാത്ത രീതിയിൽ എത്തിയിട്ടുണ്ട്. അവരത് ഏത് വർക്കാണെങ്കിലും അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് ഡ്രസ് വർക്ക്, റൂഫിങ്ങിന് തന്നെ നമുക്ക് ഓടലിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. സെറാമിക് ഉണ്ട്, ക്ലേ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റോൺ കോട്ടഡ് ഷീറ്റ്സിൽ തന്നെ വെറൈറ്റി, പഫ് ഷീറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഷീറ്റുകളുണ്ട്. ഈ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ബീമിന്റെ വർക്കുകൾ, ഫ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബിൽഡിങ് ഫുള്ളായിട്ട് ബീമിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ 3-4 നിലയുള്ള ബിൽഡിങ്ങുകൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാൻ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഒരു 4 പേര് വെച്ച് സ്ഥാപനം തുടങ്ങിയതാണ്. ഇപ്പം വർക്കിലാണെങ്കിൽ തന്നെ നല്ല ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ജനൽ കട്ടില വിൻഡോസ് പറഞ്ഞ ഇത് ഇരുമ്പിലുണ്ടായിരുന്നില്ല. അതിനുശേഷം 2016 മുതലാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇപ്പൊ ഒരു 10 വർഷത്തോളം ആയി ജനലിന്റെ പണി ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ മറ്റു പല വർക്കുകളും പല വർക്കുകളിൽ നല്ല ചേഞ്ചസ് ആണ് നമ്മളെ ഈ ഫീൽഡിൽ വന്നിട്ടുള്ളത്. ഇരുമ്പിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്. നമ്മളെ വീടുകളായാലും മറ്റു പല സ്ഥാപനങ്ങളായാലും ഒക്കെ അയണിന്റെ, പൈപ്പിന്റെ ഒക്കെ ഉപയോഗം നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. നമ്മളിവിടെ കട്ടില ജനൽ ചെയ്യുന്നതൊക്കെ ടാറ്റയുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് മാത്രമാണ് ചെയ്യുന്നത്. മറ്റുള്ള മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഇല്ല എന്ന് ആണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാറ്. അല്ലെങ്കിൽ സാധനം കിട്ടാനില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇപ്പം ഇരുമ്പിലോട്ടുള്ള ചേഞ്ച് ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് മനസ്സിലായി ഇത് ഓൾറെഡി റീയൂസബിൾ ആയതുകൊണ്ട് ആളുകൾ കൂടുതൽ ഇതിലോട്ട് വരുന്നുണ്ട്. ഞാൻ KFUന്റെ മെമ്പറാണ്. അതിലുപരി ഞാൻ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അതേപോലെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആണ്. മലപ്പുറം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഈ മേഖലയിലൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ സംഘടനയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളിലൊക്കെ മാക്സിമം ഇടപെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നിട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു ചെറിയൊരു ചാരിറ്റിയുടെ പ്രവർത്തനത്തിന് ഞങ്ങള് പങ്കാളികളാണ്. അതായത് ഞങ്ങളുടെ +2 ഗ്രൂപ്പിന്റെ ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട്, കൂട്ട് ചാരിറ്റി പറഞ്ഞ അതിന്റെ ഒരു പ്രസിഡന്റ് ആണ്.
അതുപോലെ തന്നെ ഇപ്പൊ ബിസിനസ് രംഗത്തുള്ള ഒരു സംഘടന ഓർഗനൈസേഷനാണ് BNI എന്ന് പറഞ്ഞിട്ട്, ബിസിനസ് നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. അതിന്റെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചാപ്റ്ററിലുള്ള ജൾസ് ചാപ്റ്ററിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ട്രഷറാണ്. കോമ്പറ്റീഷൻ നമ്മൾ ഏത് ഫീൽഡിലായാലും ഫേസ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പം അത് നമ്മൾ കോമ്പറ്റീഷന് മാക്സിമം നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ വർക്കിന്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കും. ഇപ്പൊ കസ്റ്റമേഴ്സിനൊക്കെ പണ്ടത്തെ പോലത്തെ കുറെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. കാരണം ക്വാളിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് കുറെ ഉണ്ട്. അപ്പം ക്വാളിറ്റി വേണ്ടവർ നമ്മളെ സെലക്ട് ചെയ്ത് വരാറുണ്ട്. അത് വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ സപ്പോർട്ടീവായ ആളുകളാണ് എന്റെ ഫ്രണ്ട്സ്, അതേമാതിരി ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എന്ത് ഇതിൽ പോയാലും എനിക്ക് ഫാമിലി എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഏത് ഓർഗനൈസേഷൻ പ്രവർത്തിച്ചാലും ഏത് രീതിയിലാണ് എനിക്ക് രാത്രിയാണെങ്കിലും ചിലപ്പോൾ ഞാൻ വിട്ടു നിൽക്കുന്നുണ്ട് എന്ന് വന്നാൽ പോലും എനിക്ക് അതിന്റെ ഫാമിലിയിൽ നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ എന്റെ സ്റ്റാഫിന് എനിക്ക് ഞാനില്ലേ പോലും ആ ഒരു വർക്ക് അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തുള്ള ആ ഒരു ദൗത്യത്തിന് അവര് നമ്മളൊപ്പം കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ എനിക്ക് കുറെ ഫ്രണ്ട്സുകൾ, അതേപോലെ എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ്, നമ്മൾക്ക് വർക്ക് തരുന്ന കുറെ ആളുകൾ, നമുക്ക് വീണ്ടും വർക്ക് തരാൻ അവർക്ക് സാഹചര്യം ഒരുക്കുന്ന, അതേപോലെ ഞാൻ എന്റെ വർക്കിലും അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് നമ്മളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അത് തന്നെയാണ് ഇത് ഇത്രയും ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്ക് ഫാമിലി, ഫാദർ, മദർ, അതേപോലെ ഒരു ചേട്ടൻ, അനിയത്തി, അതേപോലെ ഫാമിലി ഇപ്പോൾ ഉള്ളത് എന്റെ വൈഫ്, 2 കുട്ടികള്. ഒരു കുട്ടി 8ാം ക്ലാസ് പഠിക്കുന്നു, രണ്ടാമത്തത് UKG പഠിക്കുന്നു. നമ്മളെ ഈ ഗവൺമെന്റ് തലത്തിലുള്ള സപ്പോർട്ട് ഇതുപോലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാല് അതിന്റെ ഇപ്പോൾ ഉള്ള വൈറ്റ് കാറ്റഗറി പൊല്യൂഷൻ കൺട്രോളിനുള്ള പെർമിഷൻ അതൊരു HP 15 HP വരെയെങ്കിലും ആക്കി, അല്ലെങ്കിൽ 20 HP വരെയെങ്കിലും ആയി കൊടുക്കുകയാണെങ്കിൽ കുറെ നമ്മളുടെ ഈ മേഖല കുറച്ചും കൂടി മുന്നോട്ട് വരാൻ കഴിയും. കുറെ വ്യവസായങ്ങൾ ഇവിടെ ആരംഭിക്കാനും കുറെ ഡെവലപ്പ് ചെയ്യാനും കഴിയും. കാരണം എന്താ വെച്ചാല് നമ്മൾ ഒരുപാട് ടാക്സ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കിട്ടുന്ന ഒരു മേഖലയാണിത്. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അതേപോലെ സബ്സിഡി ഉള്ള ലോണുകള് ലോണുകൾ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും നമുക്കത് സാധാരണ ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള കുറെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അതിനൊരു സുഗമമാക്കി കൊടുക്കല് ഗവൺമെന്റ് അതും കൂടി ഒന്ന് പരിഗണനയിൽ വെക്കണം എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. ഫ്യൂച്ചർ നമുക്കെപ്പോഴും ഈ ഇരുമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ചിന്ത വരുള്ളൂ. ഏത് ഫ്യൂച്ചർ ആണെങ്കിലും അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ വർക്കുകളെ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കുറച്ചും കൂടി മിഷനറീസിലെ കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ട് കുറച്ച് നല്ല ഡെവലപ്പായ ഒരു ഫാക്ടറി പോലെ രൂപപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ് ഡ്രീംസ് ഉള്ളത്. ഇപ്പം നോർമലി പുതിയതായിട്ട് നമ്മളെ ഈ മേഖലയിലെ ആളുകൾ പഠിച്ചു വരാൻ ആളുകൾക്ക് മടി തോന്നുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു ജോബ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാവരും ഈ കുറെ കഴിവുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിന് താല്പര്യമുള്ള ആളുകൾ ഇതിക്ക് വരാൻ ശ്രമിച്ചിട്ട് കുറെ തൊഴിലവസരങ്ങൾ ഈ മേഖലയിലുണ്ട്. അത് മറ്റുള്ളവർക്ക് അവനൊരു എന്റർപ്രണർ ആയിട്ട് മറ്റുള്ള ആളുകൾക്കും കൂടി 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവനവനെ ശ്രമിക്കുക. എഡ്യൂക്കേറ്റഡ് ഉള്ള ആളുകൾക്കാണെങ്കിൽ പോലും ഇതിലേക്ക് കടന്നു വരാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിന്. അപ്പം അതിന്റെ കുറച്ച് ബിഗ് സ്കെയിലിൽ ചിന്തിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് മേഖലയിലേക്ക് കടന്നു വന്നാൽ കുറെ തൊഴിലവസരങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെടും. സ്ഥാപനത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ മിസ്ബ എഞ്ചിനീയറിംഗ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പൂക്കോട്ടുംപാടം ഏരിയ, നിലമ്പൂര് പൂക്കോട്ടുംപാടത്തുള്ള പൂക്കോട്ടുംപാടം ഏരിയയിലുള്ള 5ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്.